മുംബൈയിൽ കനത്ത മഴ ജനജീവിതം താറുമാറായി. മുംബൈ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും പെയ്ത കനത്ത മഴ ജനജീവിതത്തെ താളം തെറ്റിച്ചു. കനത്ത മഴയെ തുടർന്ന് ട്രാക്കിൽ വെള്ളം കയറി തീവണ്ടി ഗതാഗതം പലയിടങ്ങളിലും സ്തംഭിച്ചു. മുംബൈയുടെ സമീപ പ്രദേശങ്ങളായ മലാഡ്, വിക്രോളി, അന്ധേരി, കുർള, ഹിന്ദ്മാത, ചെമ്പൂർ, സെൻട്രൽ മുംബൈ എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് കാരണം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വാട്സപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ ജാഗ്രത പാലിക്കാനുള്ള മുന്നറിയിപ്പുകളും വ്യാപകമായി പ്രചരിച്ചു. അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെയും ദേശീയ ദുരന്ത നിവാരണ സേനയെയും മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ സാവിത്രി നദിക്ക് കുറുകെയുള്ള മഹാഡിൽ മുംബൈ ഗോവ ദേശീയപാതയിലെ പാലം തകർന്ന് 2 ബസ്സുകൾ ഉൾപ്പെടെ 4 വാഹനങ്ങൾ നദിയിലേക്ക് വീണ് ഒഴുകിപ്പോയി. 22 പേർ മരണപ്പെട്ടു. പാപശാന്തിക്കും ഐശ്വര്യത്തിനുമായി കർക്കിടക ബാഹുബലിയുടെ പിതൃസ്മരണയിൽ മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി 10,000 ബലിതർപ്പണം നടത്തി. കർക്കിടക ബാഹുബലിയുടെ പിതൃസ്മരണയിൽ മോക്ഷപ്രാപ്തി നേടി മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി 10,000 ബലിതർപ്പണം നടത്തിയത്. പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ പുലർച്ചെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബദലാപൂർ ശ്രീരാമദാസ് ആശ്രമത്തിലെ ബാഹുബലി പതിവ് പോലെ ബാർവി നദീതീരത്ത് നടന്നു. വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും 1000-ലധികം പേർ ബാർവി നദീതീരത്ത് ബലിതർപ്പണം നടത്താനെത്തിയിരുന്നു. പൻവലിലെ ശ്രീനാരായണ ചൈതന്യ ട്രസ്റ്റും ഹിന്ദു സേവാ സമിതിയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഘാന്തേശ്വർ ശിവക്ഷേത്രാങ്കണത്തിൽ ആചാര്യൻ ഹേമകീർത്തിയുടെ കാർമ്മികത്വത്തിൽ നടന്നു. മറുനാടൻ മലയാളികൾക്ക് പിതൃബലി തർപ്പണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത സന്തോഷത്തിലാണ് പല സംഘാടകരും. ഇവിടുന്ന് ബോംബെയിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. കാരണം സാക്കിനാക്ക, സയണ് അങ്ങനെയുള്ള പല പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്നായിട്ട് കാണാൻ കഴിഞ്ഞു. മഹാരാഷ്ട്രയിലുള്ള പ്രവാസി മലയാളികൾ കുറേ വർഷങ്ങളായിട്ട് പിതൃബലിയിലേക്ക് വളരെ ആത്മാർത്ഥമായി വന്നിരിക്കുകയാണ്. നാട്ടിൽ പോയി ബലിതർപ്പണം നടത്താൻ സാധിക്കാത്തവർക്കും ഇവിടെ വന്നിട്ട് ഇത് ചെയ്യാനുള്ള അവസരം. കൊല്ലം തോറും ജനങ്ങൾ പ്രതിബലിക്കായി ഇവിടെ എത്താറുണ്ടെന്ന് ഭക്തവത്സലൻ പറഞ്ഞു. കൊല്ലം തോറും ഈ പ്രോഗ്രാമത്തിന് വളരെ ജനപ്രാതിനിധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തി കടപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളോടാണെന്നും വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവർ മരിച്ചാൽ പരേതരുടെ ആത്മശാന്തിക്കായി മോക്ഷം കിട്ടാൻ മക്കൾ അനുഷ്ഠിക്കേണ്ട കർമ്മമാണ് പിതൃകർമ്മങ്ങളെന്നും തന്ത്രി ഹേമകീർത്തി പറഞ്ഞു. പൈതൃകമായ സംസ്കാരത്തോട് അഭിമാനമുള്ളവരായി തീരുക, ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ വാക്കുകൾ കേട്ട് അനുസരിക്കുക, വയസ്സാകുമ്പം ആ പ്രായമാകുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും സ്നേഹവും വസ്ത്രവും മരുന്നും നൽകി അവരെ ശുശ്രൂഷിക്കുക, മരണാനന്തരം ഗയാശ്രാദ്ധം പോലുള്ള ശ്രാദ്ധങ്ങൾ ചെയ്യുന്നതാണ് പുത്രസ്യ ധർമ്മം. കഴിഞ്ഞ 5 വർഷമായി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ പിതൃബലി തർപ്പണത്തിന് ഇവിടെ എത്തിച്ചേരാറുണ്ടെന്ന് കലംപോലി നിവാസിയായ രമേഷ് പറഞ്ഞു. ഏകദേശം 1000-ഓളം ആൾക്കാർ ഈ ബാഹുബലിയിൽ പങ്കെടുത്തു. വളരെ ഭംഗിയായ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഈ പ്രദേശത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വവും ഇവിടുത്തെ ഈ പ്രവൃത്തി ദിനമായതിനാൽ പലരും അവധിയെടുത്താണ് പിതൃബലി തർപ്പണത്തിനായി നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി പങ്കുചേർന്നത്. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മേധാവി രാജ് താക്കറെ ശിവസേന തലവൻ ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന ഭരണത്തിൽ BJPയുടെ സഖ്യകക്ഷിയാണ് സേനയെങ്കിലും ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണുകഴിഞ്ഞ സാഹചര്യത്തിൽ കൂടിക്കാഴ്ച സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ സാധ്യത കൂട്ടുന്നു. അടുത്ത വർഷം ആദ്യം നടക്കുന്ന മുംബൈ നഗരസഭ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ഇരു പാർട്ടികളും നടത്തിവരുന്നതിനിടയിലാണ് അഭ്യൂഹങ്ങൾ ഉയർത്തി ബന്ധുക്കളുടെ കൂടിക്കാഴ്ച. ഇരു കക്ഷികളും തമ്മിൽ ഒന്നിക്കുമോ എന്ന ആകാംക്ഷയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ദാദറിൽ ശിവസേന ഭവന സമീപം താമസിക്കുന്ന രാജ് താക്കറെ ബാന്ദ്രയിലെ മതോശ്രീയിലെത്തി ഉദ്ധവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. കൂടിക്കാഴ്ചയിൽ മറ്റാരും സന്നിഹിതരായിരുന്നില്ല. BJPയുമായുള്ള സഖ്യം ഉപേക്ഷിക്കണമെന്ന് സേനയിൽ നിന്നും MLAമാർ ഉദ്ധവിനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നടന്ന കൂടിക്കാഴ്ച മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കുമോ എന്ന് കണ്ടറിയണം. പൂനെ ചിഞ്ചുവാഡ മലയാളി സമാജം 50ന്റെ നിറവിൽ. സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച ആദരാഞ്ജലികൾ എന്ന പേരിൽ നടന്ന ചടങ്ങിൽ മൺമറഞ്ഞ മുൻ സമാജാംഗങ്ങളെ അനുസ്മരിച്ചു. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ സമാജത്തിന്റെ വളർച്ചയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള മൺമറഞ്ഞവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. CMS കേരള ഭവനിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ സമാജം അംഗങ്ങളോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. പ്രസിഡന്റ് PV ഭാസ്കരൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു.
ചടങ്ങ് വൈകാരിക മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ന് നമ്മളെ ഏവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് പ്രസിഡന്റ് ശ്രീ ഭാസ്കറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ഈ ശ്രദ്ധാഞ്ജലിയുടെ ഒരു ചിത്രം റോയ് ചേട്ടനിൽ തുടങ്ങി പരമേട്ടനിൽ വരെ എത്തിയ 40 മഹത് വ്യക്തികൾ, സ്നേഹനിധികളായിട്ടുള്ള കൂട്ടുകാർ, ജ്യേഷ്ഠന്മാർ. നൂറുകണക്കിന് മലയാളി സംഘടനകളിലും ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നു നടന്ന ചടങ്ങ് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുൻ അമേരിക്കൻ അംബാസഡർ TP ശ്രീനിവാസൻ പറഞ്ഞു. ഞാനിത് അസാധാരണമാണ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ലോകത്തെമ്പാടുമുള്ള ധാരാളം നൂറുകണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം മലയാളി സമാജങ്ങളിലും മറ്റ് ഇന്ത്യൻ ചടങ്ങുകളിലുമൊക്കെ 37 വർഷം പങ്കെടുത്തിട്ടും ഇതുവരെ ഇതുപോലെ ഒരു ആദരാഞ്ജലി ഞാൻ കണ്ടിട്ടില്ല. മറുനാട്ടിലെ മലയാളി സംഘടനകൾക്ക് മാതൃകയാണ് CMSന്റെ പ്രവർത്തനങ്ങളെന്ന് വ്യവസായി മോഹൻ നായർ പറഞ്ഞു. But honestly, the concept of Samajam, the concept of CMS is one of the greatest milestones in the history of Pune. I am proud to be a Malayali. I think we should redefine the purpose of this entire activities for next few years, bring more younger communities together, and lastly, can we bring a change in our own attitude? Because we are one of the most self-realized, introspected people. If we can bring that change, our community will be one of the greatest community. മലയാളിയുടെ മാറിയ മനോഭാവം സാമൂഹിക സാംസ്കാരിക രംഗത്തെ മൂല്യച്യുതിക്ക് കാരണമായെന്ന് എഴുത്തുകാരൻ സജി എബ്രഹാം സൂചിപ്പിച്ചു. അടക്കി പിടിച്ച് ഒരു തീരുന്നു, എങ്ങും വിടാതെ മറ്റുള്ളവർ കളിക്കാതെ അവൻ ഡേർട്ടിയാണ്, ഇവൻ ഡേർട്ടിയാണ്, അവൻ ഷെഡ്യൂൾ കാസ്റ്റാണ്, അല്ലെങ്കിൽ അവൻ നായരാണ്, അല്ലെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാണ്, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു ഉള്ളിൽ ഒരു ചാക്ക് കെട്ടിനകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് ബോൺവിറ്റയൊക്കെ കൊടുത്ത് പോൾട്രി ഫാമിലെ കോടി കുഞ്ഞുങ്ങളെ പോലെ വളർത്തിയ പിള്ളേരൊക്കെ എന്താ ചെയ്യുന്നത്? ഇപ്പം അപ്പനും അമ്മ പോയ തിരിഞ്ഞു നോക്കില്ല, മൂല്യങ്ങളില്ല. വാ ഇതിലേ എന്ന സൂക്ഷ്മമായ സന്ദേശം നൽകി വാതിലുകൾ തുറന്നിട്ടിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്നെല്ലാവരും മതി ഇതിലേ എന്ന ഭാവത്തിൽ ചുറ്റും മതിൽ കെട്ടി സ്വയം സ്വകാര്യവത്കരിക്കുന്ന കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നതെന്നും സജി ഓർമ്മിപ്പിച്ചു. വാതിലുകൾ തുറന്നു കിടക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു വാതിലുകളും ഞങ്ങളുടെ നാട്ടിൽ അടച്ചിട്ടിരുന്നില്ല. വാതിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ ഇതിലേ, അത് ഒരു ഹൃദയ വിശാലത. നമ്മൾ ഈ തുറസുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് പേടിയാവും, മതിൽ കള്ളം വരുമോ, പേടി. മതിലുകളെല്ലാം അടച്ചിട്ടു, മതിലുകളൊക്കെ കൂട്ടി മതി ഇതിലെ, ഇനി വരവ് വേണ്ട. അങ്ങനെയുള്ളൊരു സാംസ്കാരിക മാറ്റം നമ്മുടെ ജീവിതത്തിൽ, അതൊരു സാമൂഹ്യ മാറ്റം, അത് കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുണ്ടായി. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതുപ്രവർത്തനത്തിലൂടെ മാത്രമേ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയൂവെന്നും സജി വ്യക്തമാക്കി. ചിഞ്ചുവാഡയിലുള്ള കുറച്ചു മലയാളി സുഹൃത്തുക്കൾ കർബൂർ നഗറിൽ ബോംബെ പൂനെ ദേശീയപാതയുടെ അരികിലുള്ള ഒരു പുളിമരച്ചോട്ടിൽ ഒത്തുചേർന്ന കൂട്ടായ്മയാണ് പ്രൗഢിയുടെ പര്യായമായി മറുനാടൻ മലയാളികളുടെ അഭിമാനമായ പ്രസ്ഥാനമായി വളർന്നത്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളോടൊപ്പം വികസന രംഗത്ത് കേരളത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൂനെയിൽ ചിഞ്ചുവാഡ മലയാളി സമാജത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മാത്രമാണ് കേരളം മുന്നിട്ട് നിൽക്കുന്നതെന്നും എന്നാൽ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം ഇനിയും ബഹുദൂരം പോകാനുണ്ടെന്നും മുൻ മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ നമ്മൾ സ്വീകരിച്ച വ്യത്യസ്തമായ സമീപനങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം വികസന രംഗത്ത് നമുക്ക് മുമ്പോട്ട് വരാൻ സാധിച്ചില്ല. നമ്മൾ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വലിയ നേട്ടങ്ങൾ നേടി. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ പുറകോട്ടടിച്ച വസ്തുതയെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പരിമിതികളെ മറികടക്കാൻ കഴിയുള്ളൂ എന്ന് ഇപ്പോൾ തനിക്ക് ബോധ്യമായെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൾ കൊണ്ട് നമുക്ക് വളരെയേറെ പരിമിതികളുണ്ടായി. ഇന്നിപ്പോൾ അത് ബോധ്യമായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ള ചിന്തയിലേക്ക് എത്തി. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിനും ഓടിയെത്താൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളോടൊപ്പം നമുക്കും ഓടിയെത്തണം. ഏറ്റവും കഴിവുള്ള ജനത.
ജന്മനാടിന്റെ സാംസ്കാരിക പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ചുറ്റുപാടിന്റെ സംസ്കാരവുമായി ഇണങ്ങിച്ചേരാൻ കഴിയുന്നതാണ് മറുനാടൻ മലയാളികളുടെ വിജയരഹസ്യമെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഒരു നാടിന്റെ സംസ്കാരത്തോട് ഇണങ്ങിച്ചേരുക, സ്വന്തം നാടിനെ കുറിച്ച്, സ്വന്തം ഭാഷയെക്കുറിച്ച്, സ്വന്തം സംസ്കാരത്തെക്കുറിച്ച് വിസ്മരിച്ചുകൊണ്ടല്ല, അതൊക്കെ നമ്മൾ താലോലിക്കുമ്പോൾ തന്നെ നമ്മൾ എവിടെ ചെല്ലുന്നോ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളുമൊക്കെയായി നമ്മൾ ഇണങ്ങി പോകുമ്പോൾ അത് മലയാളികളുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ്. പൂനെ മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടുവെന്നും താൻ ആദ്യമായാണ് ഈ നഗരത്തിൽ വരുന്നതെന്നും മുൻ മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷേ വരാത്ത ചുരുക്കം ചില പട്ടണങ്ങളിൽ ഒന്നായിരുന്നു പൂനെ. പൂനെയിൽ ഞാൻ ആദ്യമായിട്ട് വരിക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പ്രശ്നം യാത്രാ പ്രശ്നമാണ്. നാട്ടിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. നിശ്ചയമായും ആ കാര്യത്തിൽ ഏതൊക്കെ വിധത്തിൽ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 50 വർഷം കൊണ്ട് നേടിയ നേട്ടം പൂനെ മലയാളികൾക്ക് മാത്രമല്ല മാതൃ സംസ്ഥാനത്തിനും അഭിമാനകരമാണെന്നും ആ മതിപ്പോടുകൂടിയാണ് താൻ മടങ്ങുന്നതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. 50 വർഷം നിങ്ങൾ നേടിയ നേട്ടങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നാടായ കേരളത്തിനും അഭിമാനമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നത്. ചടങ്ങിൽ മുൻ അംബാസഡർ ടി.പി. ശ്രീനിവാസൻ, ശ്രീരംഗപ്പ ബർണെ MP തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. രാജ്യത്തെ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ പ്രമുഖരായ പാർലെജിയുടെ ബോംബെ ഫാക്ടറി അടച്ചുപൂട്ടി. കനത്ത നഷ്ടം താങ്ങാനാവാതെയാണ് മുംബൈയിലെ ഉൽപ്പാദനം നിർത്തുന്നത്. ജോലി ക്ഷീണം അകറ്റാൻ കട്ടിംഗ് ചായയോടൊപ്പമുള്ള പാർലെ ബിസ്ക്കറ്റ് മുംബൈക്കാരുടെ ഒരു ശീലമാണ്. കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്ന പാർലെ ബിസ്ക്കറ്റുകൾ സാധാരണക്കാരന്റെ ചായ സൽക്കാരങ്ങളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയിട്ട് 9 ദശാബ്ദമായി. കഴിഞ്ഞ 25 വർഷമായി പാർലെ ബിസ്ക്കറ്റ് വിൽപ്പന നടത്തുന്ന കുൽക്കർണിക്കും കടയിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞിരുന്ന ബിസ്ക്കറ്റിനെ കുറിച്ച് പറയാൻ വിശേഷങ്ങളേറെയാണ്. पार्ले जी 86 से भाई पार्ले जी सर बिस्किट बहुत अच्छा क्वालिटी बिस्किट है, वो अलग काट में लेते हैं बिस्किट. अभी पार्ले जी बंद हो रहा है, बाकी हर एक रेट जास्ती है. पार्ले जी अच्छा चलते हैं मार्केट में. पार्ले जी हर एक आदमी पसंद कर रहे हैं पार्ले. 1929 മുംബൈയിലെ വിലേ പാർലെ എന്ന സ്ഥലത്ത് ഈ ബിസ്ക്കറ്റ് കമ്പനി പ്രവർത്തനം തുടങ്ങുന്നത്. സ്ഥലപ്പേര് പരാമർശിച്ചാണ് പാർലെ ഗ്ലൂക്കോ എന്ന പേരിൽ ബിസ്ക്കറ്റ് പുറത്തിറങ്ങിയത്. 300 ജീവനക്കാർ ഈ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. ഇവരെല്ലാം തന്നെ സ്വയം വിരമിച്ചതായാണ് രേഖകളിൽ പറയുന്നത്. ആഴ്ചകളായി ഫാക്ടറിയിൽ ബിസ്ക്കറ്റ് ഉൽപ്പാദനം നടക്കുന്നില്ലത്രേ. നഗരജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഫാക്ടറി അടച്ചുപൂട്ടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ദുഃഖിക്കുന്നത് വിലേ പാർലെ നിവാസികളായിരിക്കും. जो अभी बिस्किट वही खाते हैं, बिस्किट खाने से अच्छा ये बिस्किट हो. बिस्किट बंद हुआ तो क्या करेंगे? 5 रुपए में बिस्किट मिल रहा है, बुरा ही क्या है? മുംബൈ വിലേ പാർലെ റെയിൽവേ സ്റ്റേഷനിലൂടെ ട്രെയിൻ യാത്ര ചെയ്തവരാരും പാർലെ ബിസ്ക്കറ്റിന്റെ കൊതിപ്പിക്കുന്ന മണം മറക്കാനിടയില്ല. നാട്ടരങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന സമഗ്രമായ നാടക ചർച്ച ശ്രദ്ധേയമായി. വാഷി കേരള ഹൗസിൽ ചേർന്ന യോഗത്തിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കേരള ഹൗസിൽ നടന്ന ചടങ്ങ് മലയാള നാടകത്തിന് പുതിയൊരു ശൈലി വിഭാവനം ചെയ്ത കാവാലം നാരായണ പണിക്കരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് തുടക്കമിട്ടു. തുടർന്ന് മുംബൈയിലെ വിവിധ മേഖലയിലെ നാടക പ്രവർത്തകരെയും ആസ്വാദകരെയും ഉൾപ്പെടുത്തിയുള്ള സമഗ്രമായ ചർച്ചയും നടന്നു. നഗരത്തിലെ നാടക പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയ വേദിയാണ് ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നാട്ടരങ്ങിന്റെ ചെയർമാൻ രവി തൊട്ടുപുഴ പറഞ്ഞു. മുംബൈയിലെ വിവിധ മേഖലകളിലായി ചിതറിക്കിടക്കുന്ന നാടക പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ ചെറിയ ഒരു മീറ്റിങ്ങിൽ നിരവധി നാടക പ്രവർത്തകരും നാടക സ്നേഹികളും പങ്കെടുത്തിരുന്നു. നാടക പ്രവർത്തനത്തിന് പുതിയ തുടക്കം കുറിക്കുന്ന ചർച്ചയിലൂടെ മലയാള നാടകവേദിക്ക് കൈവരുന്ന പുത്തനുണർവ് ശ്ലാഘനീയമാണെന്ന് നാടകനടിയും സംവിധായകയുമായ വിജയ മേനോൻ പറഞ്ഞു. നാടകത്തിൽ അഭിരുചിയുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് നാടക പ്രദർശനവും നാടക ആസ്വാദനവും എങ്ങനെ കൊണ്ടുവരണം എന്ന്. മുംബൈയിൽ നാടക സമിതികൾ ഒരുപാടുണ്ടെങ്കിലും ആരും തന്നെ പരീക്ഷണ നാടകങ്ങൾക്ക് മുതിരുന്നില്ല എന്നും ആഗോള നാടകത്തിന്റെ അവസ്ഥയിലേക്ക് മലയാള നാടകം പുരോഗമിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകയായ
അഡ്വക്കേറ്റ് പ്രേമ മേനോൻ പറഞ്ഞു. നാടക കളരികൾ ഇവിടെ പലതും ഉണ്ടെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നാടകം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്നും നാടക ട്രൂപ്പുകൾ നടത്തുന്നില്ല എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. മുംബൈയിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മ വിഷയമാക്കിയ ചർച്ച സ്വാഗതാർഹമാണെന്ന് സാമൂഹ്യ പ്രവർത്തകനായ ശ്രീകാന്ത് നായർ പറഞ്ഞു. മുംബൈയിൽ നാടകരംഗത്തുള്ള എല്ലാ നാടക പ്രവർത്തകരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ ഈ നാടക കൂട്ടായ്മ. ബോംബെയിലെ നാടകം സജീവമാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വളരെ ആശാവഹമായിരുന്നു, പ്രതീക്ഷ നിർഭരമായിരുന്നു. ചടങ്ങിൽ ചുമർ ചിത്രകാരനായ ശ്രീജിത്ത് ചെറുവലത്തിനെ അനുമോദിച്ചു. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ശാന്തിയാണെന്നും അതുവഴി മാത്രമേ കുടുംബജീവിതം നയിക്കാൻ കഴിയുള്ളൂ എന്നും സൈഗൻ സ്വാമികൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സംഘടിപ്പിച്ച വിജ്ഞാന യജ്ഞ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുംബൈ താനെ യൂണിയനും ശാഖകളും താനെ വെസ്റ്റിലുള്ള സെന്റ് ലോറൻസ് ഓഡിറ്റോറിയത്തിൽ സംയുക്തമായി നടത്തിയ ചടങ്ങ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ശ്രീനാരായണ ഗുരുവിന്റെ ഈശ്വരഭാവം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയായിരുന്നു സൈഗർ സ്വാമികൾ. സംസ്കൃതമാണ് മലയാളം, സംസ്കൃതമായ പദം. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു കൃതിയുടെ ശതാബ്ദി ഉണ്ട് ഈ വർഷം. സംസ്കൃത കൃതികൾ ഏത് കൃതിയാണ്? ദർശനമാണ്. ശ്രീനാരായണ ദർശനം ആസ്പദമാക്കിയുള്ള പരിപാടിയിൽ യോഗയും ധ്യാനവും ആധുനിക ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന അറിവ് യജ്ഞത്തിലൂടെ പകർന്നു നൽകുകയും ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് എസ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പി പത്മനാഭൻ സ്വാഗതം പറഞ്ഞു. താനെ ശാഖാ സെക്രട്ടറി നന്ദി പ്രകാശിപ്പിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കടത്തനാടൻ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുവാനും നഗരത്തിലെ പുതിയ തലമുറകളിലെ കുട്ടികൾക്ക് തച്ചോളിത്തറവാടിന്റെ പൈതൃകവും സംസ്കാരവും പകർന്നാടാനുമുള്ള ലക്ഷ്യം വെച്ച് തുടങ്ങിയ കൂട്ടായ്മ അംഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കടത്തനാട്ടിൽ അന്തരിച്ച പ്രമുഖർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. വിവിധ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് RK വിജയൻകുറുപ്പ്, പ്രേംദാസ്, രത്ന നമ്പ്യാർ, പരീക്ഷിത് രാജ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. SSC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കടലു കാണുന്ന കുട്ടിയെ പോലെ ഞാൻ വിരലുകൊണ്ടു കണം തീർത്തത്. ബിസിനസ് വാർത്തകൾ. ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളിൽ 22 മാസം കൊണ്ട് 30 ഷോറൂമുകളുമായി മലയാളി സ്ഥാപനമായ മിനു ഫാഷൻ ജ്വല്ലറിക്ക് ചരിത്ര നേട്ടം. മുംബൈയിലും കേരളത്തിലും ഒറീസയിലുമായി ഷോറൂമുകളുള്ള മിനു ഫാഷൻ ജ്വല്ലറി ചരിത്ര മുന്നേറ്റം നടത്തി ചെന്നൈയിലും ഗുജറാത്തിലുമായി പുതിയ ഷോറൂമുകൾക്ക് തുടക്കം കുറിച്ചു. ഇതോടെ കഴിഞ്ഞ 22 മാസം കൊണ്ട് 30 ഷോറൂമുകളുമായി ഈ മേഖലയിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ മലയാളി സ്ഥാപനം. പ്രശസ്ത സിനിമാ നടി രമ്യ നമ്പീശനാണ് ചെന്നൈ ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രമുഖ നടി ജംനി ത്രിവേദി നിർവഹിച്ചു. അടുത്ത 3 മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്തും കണ്ണൂരും പുതിയ ഷോറൂം തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് മുംബൈ ആസ്ഥാനമായ മിനു ഫാഷൻ ജ്വല്ലറി. കൂടുതൽ വാർത്തകൾക്ക് ട്യൂണിംഗ് കൈരളി.